കോൺഗ്രസ് നേതാവ് ദേവകി കൃഷ്ണന്റെ 41ാമത് അനുസ്മരണ സമ്മേളനം ചേർത്തലയിൽ നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പുറത്തോട്ട് അറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പുന്നപ്രവയലാർ അന്നത്തെ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചുവന്ന മണ്ണ് എന്നാണ് വയലാർ പുറത്തോട്ട് ലോകത്ത് മുഴുവൻ അറിയപ്പെട്ടിരുന്നത്. ആ പുന്നപ്രവയലാർ 1946 തുലാം 10 നടന്ന 10-11 നടന്ന ആ പുന്നപ്രവയലാർ സംഭവത്തിൻ്റെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ തൊട്ടടുത്ത പുരയിടത്തിൽ, അതാണ് ഏറ്റവും വലിയ ചരിത്രപരമായ കൗതുകകരമായ കാര്യം. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ തൊട്ടടുത്ത ഒരു പുണ്യഭൂമിയിൽ കോൺഗ്രസിൻ്റെ കേരളത്തിൽ ഏറ്റവും മികച്ച സംഭാവന ചെയ്ത ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും ആവേശകരമായ കോൺഗ്രസിൻ്റെ ഒരു പശ്ചാത്തലം. കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം നേരിട്ട പ്രതിസന്ധി ഘട്ടത്തിൽ അടിപതരാതെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ധീരവനിതയാണ് ദേവകി കൃഷ്ണനെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് ദേവകി കൃഷ്ണന്റെ 41ാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവകി കൃഷ്ണന്റെ മകനും മുൻ കേന്ദ്രമന്ത്രിയുമായ വയലാർ രവി നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചനയ്ക്ക് ആരംഭം കുറിച്ചു. KR രാജേന്ദ്ര പ്രസാദ് അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് D സുഗതൻ, അഡ്വക്കേറ്റ് S ശരത്ത്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, അഡ്വക്കേറ്റ് VN അജയൻ, TS രഘുവരൻ, KC ആന്റണി, PT രാധാകൃഷ്ണൻ, ജോണി തച്ചാര എന്നിവർ പ്രസംഗിച്ചു. 21 വർഷക്കാലം ഒരു നേതാവിൻ്റെ അനുസ്മരണ സമ്മേളനം നടത്തുന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും അവരുടെ കടമയും കർത്തവ്യവുമായതുകൊണ്ടാണ്. ദേവകി കൃഷ്ണൻ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. രാഷ്ട്രീയ രംഗത്തേക്ക്, പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത് പുന്നപ്രവയലാർ സമരത്തിൻ്റെ ബാക്കിപത്രം, സമീപത്തുള്ള വീടുകളിൽ നിന്ന് ഉയർന്ന അലമുറകൾ, ദീനരോധനങ്ങൾ കേട്ടാണ് ആ അമ്മ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കോൺഗ്രസ് പ്രവർത്തന രംഗത്തേക്ക് സ്ത്രീകൾ കടന്നു വരുന്നതിനെ അധിക്ഷേപിച്ചിരുന്ന ഒരു കാലഘട്ടം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മസിൽ രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് ചേർത്തല താലൂക്കിലും ആലപ്പുഴയിലും കേരള സംസ്ഥാനത്തൊട്ടാകെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, മഹിളകളെ കൂട്ടിയിണക്കി അവരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഈ സംസ്ഥാനത്തൊട്ടാകെ ശക്തിപ്പെടുത്തുവാൻ ഓടി നടന്ന അമ്മ 1983 ഫെബ്രുവരി മാസം 28-ാം തീയതി മദ്രാസിലെ KJ ഹോസ്പിറ്റലിൽ വെച്ച് അന്ത്യശ്വാസം വലിക്കുകയുണ്ടായി.